friends, Nani. Hi friends, Tekman Kerala live show. ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ മന്തിയാണ് സിമ്പിൾ ആയിട്ടുള്ള എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ മന്തിയാണ് സിമ്പിൾ ആയിട്ടുള്ള എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്യുക. ആദ്യമായിട്ട് നമുക്ക് അതിന് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് അതിന് ഇതേമാതിരി ഹോളുണ്ടാക്കുക. മസാലകൾ നല്ല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മുറിച്ചിരിക്കുന്നത് ചിക്കൻ. മാഗി ക്യൂബ്, മഞ്ഞൾപ്പൊടി, കൊത്തമല്ലി, കുരുമുളക് പൊടി, കുരുമുളക്, വലിയ ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഉപ്പും. ആദ്യം നമ്മൾ കുരുമുളക് പൊടി ഒരു പാത്രത്തിലേക്ക് ഇടുക. അതിന് ശേഷം വലിയ ജീരകം, മല്ലി, കൊത്തമല്ലി ഇടുക. അതിന് ശേഷം നമ്മൾ കുരുമുളക് ഇടുക, മഞ്ഞൾപ്പൊടി, മാഗി ക്യൂബ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിച്ചപ്പ്, പുതിനയില, ഒരു ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞ് ഇത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പിടുക. അതിന് ശേഷം നമ്മൾ ചിക്കനിലേക്ക് ഇതേമാതിരി പുരട്ടി വെക്കുക. നല്ലോണം ചിക്കനിലേക്ക് ആവുന്ന വരെ നമ്മൾ ഇതേമാതിരി മിക്സ് ചെയ്യുക. അതിനുശേഷം 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഒരു പാത്രത്തേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നമ്മൾ എല്ലാ വശത്തേക്കും ഇതേമാതിരി ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മളെ ചിക്കൻ 1 മണിക്കൂർ കഴിഞ്ഞ ചിക്കൻ ഇതുപോലെ നമ്മൾ ഇതേമാതിരി നിരത്തി വെക്കുക. പാത്രത്തിൻ്റെ അടിവശത്ത് മൊത്തമായിട്ട് ഇതേമാതിരി വെച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ തീ കൊടുക്കുക. സ്ലിമ്മിലിട്ടിട്ട് തീ കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് വെന്ത് വരുമ്പോഴൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ ചിക്കനും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ ചിക്കനും ഇതേപോലെ മറിച്ചിടുക. അതിനുശേഷം അത് വെന്തതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ റൈസ് ഉണ്ടാക്കുന്ന ഇതാണ്. അതിലേക്ക് പട്ട, ഏലക്കായ, ചെറുനാരങ്ങ, ഉണക്ക ചെറുനാരങ്ങ, പിന്നെ മാഗി ക്യൂബ്, അതിലേക്ക് ഒരു കയ്യിൽ സൺഫ്ലവർ ഓയിൽ, ഇതെല്ലാം ഇട്ടിട്ട് ഉപ്പും ഇട്ടതിന് ശേഷം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച ബാസ്മതി റൈസാണ് ഇടുന്നത്. കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചാണ്. സവാള, തക്കാളി, ക്യാപ്സിക്കോ ഇത് നമ്മൾ ചിക്കനിലേക്ക് ഇടുക. ഇതുപോലെ ഇട്ടതിന് ശേഷം എല്ലാ സൈഡിലേക്കും ഇതേമാതിരി ആക്കുക. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഓയിൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുക്കി ഒഴിച്ച് എടുത്ത് വെക്കുക. റൈസിൻ്റെ മേലെ വയ്ക്കാനാണ് ഈ ഓയിൽ. റൈസ് ചിക്കൻ്റെ മേലെ ഇട്ടതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കുക. എല്ലാ സൈഡിലേക്കൊന്ന് പരത്തി കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ളതും അതേമാതിരിക്ക് പരത്തി കൊടുക്കുക. ഇത് നമ്മൾ വെള്ളത്തിൽ നിന്ന് തിളച്ച് ഊറ്റിയെടുത്താണ് റൈസ്. അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഇതേമാതിരിക്ക് ഒഴിക്കുക. അതിന് ശേഷം ഒരു ലെയറായിട്ട് നമ്മൾ ഒന്നും കൂടെ റൈസ് ഇട്ടതിന് ശേഷം അതിലേക്ക് 4 മുളക് നമ്മൾ ഇതേമാതിരി കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് മുക്കിയെടുത്ത സൺഫ്ലവർ ഓയിൽ ഇതേമാതിരി ഇതുപോലെ ഇതിൻ്റെ മേലേക്ക് ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ കണൽ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അതിനുശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലത്തെ ലെയർ റൈസ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടുക. ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കുക. എല്ലാം മാറ്റിയിട്ടതിന് ശേഷം അതിലെ ചിക്കൻ മാറ്റി വെക്കുക. അതിനുശേഷം ചിക്കൻ മാറ്റിയതിന് ശേഷം ആ റൈസ് എല്ലതും ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ മസാലയിൽ ഒന്ന് മിക്സ് ചെയ്യുക. റൈസിൽ മന്തിൻ്റെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ മേലെ ഇതേമാതിരിക്ക് ചിക്കന് വെച്ചതിന് ശേഷം നമ്മൾ മന്തി കംപ്ലീറ്റ് ആയി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ മന്തി ഉണ്ടാക്കിയത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യുക. ഇതിനും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഇനിയും വരും. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.